പാട്ടുവേദിയിലേക്ക് മനോഹര ഗാനവുമായി കൃഷ്ണ എത്തുന്നു. തുടങ്ങിയത് മുതൽ അവസാനിപ്പിച്ച് ആ സസ്റ്റെയിൻ ചെയ്ത് നിർത്തിയത് വരെ ഓളവും തീരവും എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരമെത്തുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എങ്ങനെയാണോ ജാനകിയമ്മ പാടി വെച്ചിരിക്കുന്നത് അത് മോടെ ശൈലിയിൽ റെക്കോർഡ് പോലെ പാടി. എസ് ജാനകിയമ്മ ആലപിച്ച ഗാനം അതേ ഭാവത്തിലും ഈണത്തിലുമാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത്. മോള് വളരെ കൺസിസ്റ്റന്റ് ആയിട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി യുവർ വോയിസ്. മികച്ച അഭിപ്രായങ്ങളും കൃഷ്ണയുടെ ഈ ഗാനത്തിന് ലഭിക്കുന്നുണ്ട്. രാഗവേദിയിലേക്ക് പാട്ടും തമാശകളുമായി കുഞ്ഞിവാൻ എത്തുന്നു. മക്കളെ ഏതാ പാടുന്നേ? കണ്ടം വെച്ചൊരു കോട്ടാണ്. കണ്ടം വെച്ച കോട്ട് എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് കുരുന്ന് താരമെത്തുന്നത്. കുഴപ്പമില്ല അല്ലേ, അത്രേ ഉള്ളൂ, ഒരു ഗുമ്മില്ലായിരുന്നു. അത് ശരിക്കും MS ബാബുരാജ്, മെഹബൂബ് തുടങ്ങിയവർ ആലപിച്ച ഗാനം മനോഹരമായാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത്. അത് ആ പാട്ടിന്, അത് ഈ പാട്ടിനും അങ്ങനെ തന്നെ. പിന്നീട് ഒത്തിരി രസകരമായ നിമിഷങ്ങളും വേദിയിൽ അരങ്ങേറുന്നുണ്ട്. അതങ്ങളുടെ ചെവിക്കല്ല കുഴപ്പമുള്ളത്. പാട്ടുവേദിയിലേക്ക് സുന്ദരി കുട്ടിയായി വൈകി എത്തുന്നു. ചരണത്തിലെ ഈ ചെറിയ നെഞ്ചിനുള്ളിൽ എന്നുള്ളതിന്റെ സംഗതികളൊക്കെ ഉണ്ട്. അതൊന്ന് ആദ്യ കിരണങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി പി ലീല ആലപിച്ച ഗാനവുമായാണ് താരമെത്തുന്നത്. ക്ലാരിറ്റി വരണം സാധനം. വൈഗയുടെ ഈ പുതിയ പ്രകടനം കാണാൻ നമുക്ക് കാത്തിരിക്കാം. മീനാക്ഷി ചേച്ചിനെ നോക്കുമ്പോ കിട്ടി. എനിക്ക് അപ്പോഴേ തോന്നിയത്. ആദ്യമായിട്ടാ ഞാൻ കേൾക്കുന്നത്. ഗന്ധർവ ക്ഷേത്രം എന്ന ചിത്രത്തിലെ ഗാനവുമായി ആര്യ എത്തുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാസ്റ്റിലത്തെ എൻഡിങ് പല്ലവി, അതാണ് പെർഫെക്റ്റ് ആയിട്ട് വന്നത്. KJ യേശുദാസ് ആലപിച്ച ഗാനം മനോഹരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ.